ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ? അതിന് വേണ്ടിയിട്ട് CV തയ്യാറാക്കാൻ ആരെങ്കിലും സഹായം തേടിക്കൊണ്ടിരിക്കുന്നവരാണോ നിങ്ങൾ? സ്വന്തമായി PCയും ലാപ്ടോപ്പും ഇല്ലാത്തവരാണോ നിങ്ങൾ? അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് CV തയ്യാറാക്കാൻ പറ്റിയ ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താനാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.resumehelp.in എന്നാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫേസിലേക്കാണ് വരുന്നത്. അവിടെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബിൽഡ് യുവർ റെസ്യൂം എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നു ചേരുന്നത് ഇതുപോലൊരു ഫേസിലാണ്. ഇവിടെ നമുക്ക് കുറേ ടെംപ്ലേറ്റ്സും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. കുറേ മോഡൽസിൽ നമുക്ക് നമ്മുടെ CV തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ടെംപ്ലേറ്റ്സിൻ്റെ കളർ നമുക്ക് മാറ്റാനും പറ്റും. പല രീതിയിലുള്ള നമുക്ക് ഇഷ്ടമുള്ള കളർ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതുമാണ്. ഫോണ്ട് കുറച്ച് വലുതായിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഫോണ്ട് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഫോണ്ടിൻ്റെ സൈസ് ചെറുതായിട്ടുള്ളതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, ഇത്ര എളുപ്പമാണ് ഒരു CV തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആർക്കും ഒരു ആൻഡ്രോയിഡ് ഫോൺ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും CV എടുക്കാമെന്നുള്ള കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ? ഇതുപോലെ കുറേ വെബ്സൈറ്റും കാര്യങ്ങളും ഉണ്ട് ഇതുപോലെ CV ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഞാൻ പുറകെ എന്തെങ്കിലുമൊക്കെ വെബ്സൈറ്റ് ഞാൻ കണ്ട് പഠിച്ച് എനിക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സത്യം പറയുമെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. ഇപ്പം ഞാനും എൻ്റെ ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ജോബിന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ CV തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കാല് പിടിക്കുന്നതിനെക്കാട്ടും മുന്നേ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും ഇതുപോലെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഗൂഗിളിലൊക്കെ കയറി ലിങ്കിലൊക്കെ കയറി കുറേ മെനക്കെട്ട് കഴിഞ്ഞിട്ടാണ് എനിക്കും ഇത് ഇത്ര സിമ്പിളായിരുന്നല്ലോ, ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനാണോ എല്ലാവരും ബാക്കിയുള്ളവരുടെ കാല് പിടിക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചത്. അപ്പം ആർക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലായില്ലേ? ഇതുപോലെ തന്നെയാണ് കുറേ കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ ബാക്കിയുള്ളവരുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ പുറകിന് നടക്കില്ലേ? ആ കാര്യങ്ങൾ പോലും ഇതുപോലെയാണ്. നമ്മളെക്കൊണ്ട് പറ്റും, അവർക്ക് പറ്റുമെങ്കിൽ നമ്മളെക്കൊണ്ടും പറ്റും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം, അത്രേ ഉള്ളൂ. നമ്മൾ അതിന് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള വഴികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കി നമ്മൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ അവരെക്കാട്ടിലും ഒരു പടി മുന്നിലെങ്കിലും നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ പരിശ്രമിക്കാതെ ഇങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഇവരുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് നമുക്കിതിനെക്കുറിച്ച് ഒരു ധാരണയും കാര്യങ്ങളും ഇല്ലാത്തത്. അതുകൊണ്ട് എന്നാ ചെയ്യുക, എന്നതേലും ഇതുപോലത്തെയൊക്കെ സിറ്റുവേഷനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് അതിനുള്ള സൊല്യൂഷനൊക്കെ കണ്ടുപിടിക്കാനൊക്കെ നോക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടെ മനസ്സിലാക്കി കൊടുത്ത് മറ്റുള്ളവർക്ക് കൂടി ഈ അറിവ് പകർന്നു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും അത് ഉപകാരപ്പെടും, നമുക്കും അത് ഉപകാരപ്പെടും. വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്തൊരാൾക്ക് നിൽക്കേണ്ടിയും വരത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.